ഹലോ എല്ലാവർക്കും ആദ്യസ് വേർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഒരു ചമ്മന്തി റെസിപ്പിയാണ് കേട്ടോ. ഇച്ചിരി എരിവും മധുരവും ഒക്കെയുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തി റെസിപ്പിയാണ്. ഇതുപോലൊരു ചമ്മന്തി ഉണ്ടെങ്കിൽ നമുക്ക് ചോറുണ്ണാൻ വേറെ ഒന്നും ആവശ്യമില്ല. അപ്പം നമുക്ക് പെട്ടെന്ന് നമ്മുടെ റെസിപ്പിയിലോട്ട് പോയാലോ. അതിന് വേണ്ടി ഞാൻ ആദ്യം എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ചീനച്ചട്ടി ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ ചമ്മന്തി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഇതിലോട്ട് ഇച്ചിരി വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക കേട്ടോ. വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുമ്പോഴായിരിക്കും ഈ ചമ്മന്തിക്ക് പ്രത്യേക ടേസ്റ്റൊക്കെ ഉണ്ടായിരിക്കുക. വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായി വന്നതിലോട്ട് നമുക്ക് കുഞ്ഞുള്ളി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനൊരു ബൗൾ അളവിൽ കുഞ്ഞുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എത്രത്തോളം ചമ്മന്തി വേണോ അതിനനുസരിച്ച് കുഞ്ഞുള്ളി എടുക്കാവുന്നതാണ്. ആദ്യം എന്ത് ചെയ്യണം, കുഞ്ഞുള്ളി നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. കുഞ്ഞുള്ളി മൂപ്പിക്കുന്നതിന് കൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, ഇതിലോട്ട് ഒരു 4-5 വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുക. വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഈ ചമ്മന്തിക്ക് പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഈ ഉള്ളിയൊക്കെ ഏകദേശം ഒന്ന് വാടി വരുന്ന സമയത്ത് ഇതിലോട്ട് നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നല്ലതുപോലെ ഒന്ന് വാടി വന്നിട്ടുണ്ടല്ലോ. ഇനി ഇതിലോട്ട് നമുക്ക് എന്ത് ചെയ്യാം, എരിവിനനുസരിച്ച് വറ്റമുളക് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ ഒരു 7 വറ്റമുളകൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ നിറത്തിന് വേണമെങ്കിൽ ഇതിലോട്ട് നമുക്ക് കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. മുളകൊക്കെ ഒന്ന് വാടി വരുന്ന സമയത്ത് എന്ത് ചെയ്യണം, ഇനി ഇതിലോട്ട് ഇച്ചിരി പുളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു നെല്ലിക്ക അളവിൽ പുളി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 4-5 ഈത്തപ്പഴവും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ചമ്മന്തി ഇച്ചിരി എരിവും പുളിയും മധുരവും എല്ലാം കൂടെ മിക്സായ ചമ്മന്തി ആയിരിക്കും കേട്ടോ. ഏകദേശം 2-3 മിനിറ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഇതേ രീതിയിൽ ഇളക്കി കൊടുക്കണം. അതിനുശേഷം ഇത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം കേട്ടോ. അതിന് വേണ്ടി ഒരു മിക്സിയിൽ ജാർ എടുത്തിട്ടുണ്ട്. അതിലോട്ട് എന്ത് ചെയ്യാം, നമ്മൾ ഇതേ രീതിയിൽ എല്ലാം ചേർത്ത് കൊടുക്കുക. നമ്മൾ ഇത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക ചെയ്യുന്നത് കേട്ടോ. ചിലർക്ക് വേണമെങ്കിൽ ക്രഷ് ചെയ്താലായിരിക്കും ഇഷ്ടം, പക്ഷേ ഇത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കുമ്പോഴായിട്ട് പ്രത്യേക ടേസ്റ്റ്. ഇതിലോട്ട് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അല്ലാതെ തന്നെ നമുക്ക് അരച്ചെടുക്കാവുന്നതാണ്. ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കണേ. അതൊക്കെ നമ്മുടെ അളവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇതേ രീതിയിൽ നിന്ന് അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതേ രീതിയിൽ ഇതുവരെ ആരും ചമ്മന്തി തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണയെങ്കിലും തയ്യാറാക്കി നോക്കുക. തയ്യാറാക്കി നോക്കിയാൽ മാത്രം പോരാ, നിങ്ങൾ ഫീഡ്ബാക്ക് കമൻറ്റായി അറിയിക്കാൻ മറക്കരുതേ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. ഒരിക്കൽ കൂടി വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇനിയും ഇതുപോലെയുള്ള കുട്ടി റെസിപ്പിയുമായി വീണ്ടും കാണാം. Thank you for watching my video.